മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ടു. 8 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറുമെന്ന് നേതാക്കൾ പറഞ്ഞു. മേപ്പാടി പഞ്ചായത്തിലെ വെള്ളിത്തോട് പ്രദേശത്താണ് പുനരധിവാസ പദ്ധതിക്കായി മുസ്ലിം ലീഗ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. ഇന്ന് അതിന്റെ 105 വീടുകളുടെ അതിന്റെ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞത്. 8 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുന്നത്. ഇരുനില വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അടിത്തറയോട് കൂടിയായിരിക്കും ഭവന സമുച്ചയം ഒരുങ്ങുന്നത്. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച വരുത്താതെ സമയബന്ധിതമായി വീടുകൾ പൂർത്തീകരിക്കുമെന്നും ലീഗിന്റെ പദ്ധതിക്ക് ഭൂമി തരമാറ്റം എന്ന പേരിൽ വിവാദമുണ്ടാക്കുന്നത് എന്തിനെന്നറിയില്ലെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇവിടെ ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണ്. അപ്പൊ എല്ലാവർക്കും ചെയ്യാം, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? മുസ്ലിം ലീഗ് നേതാക്കളായ ഇ.ടി. മുഹമ്മദ് ബഷീർ എം പി, അബ്ദുസമ്മദ് സമദാനി എം പി, പി.എം.എ. സലാം, അബ്ദുൽ വഹാബ് എം പി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ ദുരന്തബാധിതരും ആശ്വാസത്തിലാണ്. മീഡിയ 1 വയനാട്.